അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്താ പറയുക, ഇതിന് മാത്രമല്ല കേട്ടോ, വിരുന്നുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ അവരെ നെട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ റെസിപ്പി എന്തായാലും നിങ്ങൾ കണ്ടോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് ചൈന ഗ്രാസാണ്. ഞാനിപ്പോൾ ചൈന ഗ്രാസിലെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലിയിപ്പിക്കാൻ വേണ്ടിക്ക് മെൽറ്റാക്കാൻ വേണ്ടിക്ക് വെച്ച് കൊടുക്കലാണ്. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൈന ഗ്രാസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തേങ്ങൻ്റെ വെള്ളയില്ലേ, 2 തേങ്ങ പൊട്ടിച്ചിട്ട് അതിലെ വെള്ളം അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ചൈന ഗ്രാസെല്ലാം നല്ലോണം അലിഞ്ഞു വരുന്ന രീതിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇതെന്തിനാണെന്നറിയോ, ഒരു ജെല്ലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം തീ ഓഫ് ചെയ്യാം. ഇത് തേങ്ങാവെള്ളത്തിൽ മാത്രമല്ല, ഇളനീറിൻ്റെ വെള്ളത്തിലും ചെയ്തെടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒന്നുകൂടി കൂടുന്നേ ഉള്ളൂ. തേങ്ങയാകുമ്പം നമുക്കെപ്പോഴും ഉണ്ടാവുന്നതല്ലേ. അപ്പം ഞാൻ തേങ്ങാ വെള്ളം വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഞാൻ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഫ്രീസറിലാകുമ്പം പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിലാകുമ്പം ഒരു 1 മണിക്കൂർ എടുക്കും സെറ്റാകാൻ വേണ്ടിക്ക്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ചവ്വരിയാണ്, സാഗോ സീഡില്ലേ, അതാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അപ്പം ചവ്വരി എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ചവ്വരി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചവ്വരിയിൽ പെട്ടെന്ന് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ, ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ ചവ്വരി നല്ലോണം തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കണം. അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ സ്റ്റാർച്ചെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നല്ലോണം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി ഒരു ചവ്വരിയെല്ലാം എല്ലാവർക്കും വേവിക്കാൻ അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ട് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് മാത്രം ഒന്ന് കാണിച്ചേ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടൈം എടുക്കും കുക്കാകാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മാംഗോസാണ്. നല്ല പഴുത്ത മാങ്ങ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൽ വെങ്ങരപ്പള്ളി എന്നെല്ലാം പറയും, അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, ആ ഒരു മാങ്ങയാണ്. ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ ഈ ഒരു ഡ്രിങ്കിന് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണം. ഇതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചവ്വരിയിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ സ്റ്റാർച്ചെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കളഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചവ്വരി ഇട്ട് കൊടുത്തതിനാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ ഒരു ഡ്രിങ്കിന്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടൊരു ജെല്ലി റെഡിയാക്കി എടുത്തിട്ടില്ലേ, അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. പിന്നെ മധുരം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊരു ഡെസേർട്ട് രൂപത്തിലോ പുഡിംഗ് രൂപത്തിലെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈമിൽ ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രിങ്കിൻ്റെ പരുവത്തിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ള ഒരു വലിയ തേങ്ങൻ്റെ കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല, ഇളനീർ ജ്യൂസ് ആയാലും ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ പാലെല്ലാം തേങ്ങയെല്ലാം എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന തന്നെയല്ലേ. അപ്പോൾ ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഒഴിവാക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇതാണ്ടില്ലേ, ഇത് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാകുന്നുണ്ട്, അത്രയും ടേസ്റ്റിയാണ്. ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സെല്ലാം ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിക്ക് വേറെ
ലെവലായിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു ഈദിന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. മാംഗോ സീസൺ അല്ലേ. അതുപോലെ തന്നെ തേങ്ങല എല്ലാ വീട്ടിലും ഉണ്ടാവും. മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും എക്സ്ട്രാ ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ര അടിപൊളി ടേസ്റ്റാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഈദിന് തന്നെ ഉണ്ടാക്കിക്കോട്ടോ, മാംഗോ സീസൺ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.